നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. ഇന്നലെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും വയനാട് ചൂരൽമലയിൽ അപകടത്തിൽപ്പെട്ടവരെ സന്ദർശിക്കാനും അവർക്ക് ചെറിയൊരു കൈത്താങ്ങുമായി ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ അവിടെ എത്തിയ കാഴ്ചകളും വീഡിയോകളൊക്കെ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഇത് വളരെ ദാരുണമായ അവസ്ഥയാണ്. അവിടുത്തെ വളരെ പ്രയാസകരമായ അവസ്ഥയാണ്. നമ്മൾ എന്ത് സഹായം അവിടത്തേക്ക് കൊടുത്താലും അവിടെ അധികമാകുന്നില്ല. ഞങ്ങൾ ചെറിയൊരു കൈത്താങ്ങുമായി ഞങ്ങളുടെ കയ്യിലുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വസ്ത്രങ്ങൾ കുറച്ച് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അതെല്ലാം എടുത്ത് ഞങ്ങൾ അവിടുത്തെ കളക്ഷൻ പോയിന്റിൽ ഏൽപ്പിക്കുകയും അവിടുത്തെ ദാരുണമായ അവസ്ഥ അവിടുത്തെ നാട്ടുകാരുമായി പങ്കുവെക്കുകയും ചെയ്തു. അവിടുത്തെ ഒരു ഹോട്ടൽ തൊഴിലാളിയുമായി ഹോട്ടൽ നടത്തിപ്പുകാരനുമായി ഞങ്ങൾ ചർച്ച ചെയ്തു. അവിടുത്തെ കാര്യം വളരെ വിഷമത്തിലാണ്. അവിടെ സങ്കടക്കടലാണ്. നമ്മൾ എന്ത് സഹായം നമ്മളെ കൊണ്ട് കഴിയുന്നുവോ അത് എത്രയും പെട്ടെന്ന് ചെയ്യുക. അവിടെ ഞങ്ങൾ കണ്ട എല്ലാ കാഴ്ചകളും ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. നാട്ടുകാരുമായി സംസാരിച്ചതും ഞങ്ങൾ പോയതും ഞങ്ങൾ അവിടെ കൊടുത്ത കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ അവിടെ ചെയ്തു കൊടുക്കുക. ഇതുപോലെ ആരെങ്കിലൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും ഒരു മനസ്സിനൊരു ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാകട്ടെ എന്ന് കരുതുന്നു. പിന്നെ നിങ്ങളും ഇതുപോലത്തെ സഹായങ്ങൾ ചെയ്യുന്നതിൽ പങ്കാളികളാകുക. അവിടുത്തെ ഒരു കഷ്ടപ്പാടും വിഷമവും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടത്തേക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ തോന്നില്ല. അത്രയും പ്രയാസകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളും അവിടുത്തെ സഹായത്തിൽ പങ്കാളികളാവുക. അവിടുത്തെ കളക്ഷൻ പോയിന്റുമായി നിങ്ങൾ ബന്ധപ്പെട്ട് അവിടേക്ക് എന്ത് സാധനം വേണമെങ്കിലും അവിടേക്ക് എത്തിക്കുക. എത്ര തന്നെ സാധനങ്ങൾ എടുത്തു കൊടുത്താലും അവിടെ തികയുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളും ഇതുപോലെ ഇതിൽ പങ്കാളികളാവുക. വീട്ടിൽ വളർത്തുന്ന അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു തത്തയാണ്. ആ തത്ത പറഞ്ഞിരുന്നു നമുക്കൊന്ന് പോകണം, നമുക്കൊന്ന് പോകണം. ആ സംസാരിക്കുന്ന നമുക്കൊന്ന് പോകണം, നമുക്കൊന്ന് പോകണം, നമുക്കൊന്ന്. അയാൾ ശ്രദ്ധിച്ചില്ല. ഇയാള് തത്തനെയും കൊണ്ട് വേറൊരു വീട്ടിലോട്ടാണ് പോയത്. എവിടെ പോയാലും ഇയാളെ കൊണ്ടുപോകും. ഇയാൾ ചൂരൽമല ടൗണിൽ തന്നെയാണ് താമസം. പക്ഷെ അത് തത്തയ്ക്കത് നിൽക്കുന്നു. ആന 7 ആനയുണ്ടായിരുന്നു. ഫോറസ്റ്റുകാർ ഓടിക്കാൻ പോയി കാട്ടിൽ. ആന അവിടെ നിന്ന് നട്ടത്തിൽ നിന്ന് പോകുന്നു. അപ്പൊ ഫോറസ്റ്റിന്റെ അതിരിൽ നിന്നാണ് ഇത് ഇരിക്കുന്നത്. ഫോറസ്റ്റിന്റെ അതിരി ആ മേപ്പാടി റേഞ്ച് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്. ആ ബോർഡിന്റെ താഴെയാണ് ഇരിക്കുന്നത്. ഇവര് രാത്രി പോയിട്ട് ആൾക്കാർക്ക് പറഞ്ഞു മാറാൻ പറഞ്ഞായിരുന്നു. പിന്നെ പറഞ്ഞ് അവര് പറഞ്ഞ് എന്നിട്ട് പട്ടി പൂച്ചയൊക്കെ ഒട്ടേക്കനെ മാറുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന സമയത്തിനാണ് ഇവര് ശരി പറഞ്ഞിട്ട് അല്ല പഞ്ചായത്തിൽ ഇവര് പാലക്കാട് ഇപ്പുറത്തോട്ട് വന്നപ്പോഴേക്കും ഇടിയും സൗണ്ടും 1 മണിക്ക് 12:30 ഇവര് ഈ രാത്രി ആനയെ പിടിക്കുന്ന വെട്ടാനൊക്കെ പോകണമല്ലോ. അങ്ങനെ അവരവിടെ നിന്ന് തിരിച്ച് പാലത്തിന്റെ അവിടെ വന്ന് അപ്പോഴത്തേക്ക് ഈ ഇടിച്ച് വരുന്ന വേളം കെട്ടിട്ട് വണ്ടി എടുത്തിട്ട് പിന്നെ ആ സ്കൂളിന്റെ കെട്ടിടം നിന്നുകൊണ്ടാണ് ഇതൊക്കെ കൂടുതൽ പോകാതെ ഇത് ഫസ്റ്റിൽ അറിയുന്ന ആരാന്നറിയോ? KSRTC ഡ്രൈവറാണ്. കാരണം മുംബൈയിലേക്ക് ഒരു മുണ്ടക്കൈ ബസ് അവിടെ പോകും. കൽക്കത്തയിൽ നിന്ന് എടുക്കുന്ന ബസ്സാണ്. ഇവര് രണ്ടുപേരും കണ്ടക്ടർ ഡ്രൈവറും, ഒരാൾ മുസ്ലിമും ഒരാൾ ഹിന്ദുവാണ്. വണ്ടിയൊക്കെ എടുത്ത് അവിടെ കൊണ്ടുപോയി മുണ്ടക്കൈയിൽ ആളിനെ ഇറക്കിയിട്ട് അവിടെ കിടക്കാനുള്ള സ്ഥലമില്ല. നേരെ ചൂരൽമല വന്നിട്ട് ചൂരൽമലയിൽ തിരിഞ്ഞ് ഒരു ക്ലിനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റിന്റെ ഹോസ്പിറ്റൽ. അവിടെയാണ് ഇവർക്ക് റൂം. അങ്ങനെ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് ഇവരവിടെ. അപ്പൊ അവരൊക്കെ വടക്കാണെങ്കിൽ കുറച്ച് സമയമാവുമല്ലോ. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് എടുക്കുന്ന വണ്ടിയാണ്. മനസ്സിലായത്? അവരാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. ചൂരൽമല പൊട്ടി വെള്ളം. ചൂരൽമല ചെറിയൊരു ഇടിച്ചിട്ട് വെള്ളം വന്നു. വെള്ളം കയറി. അപ്പോ എവിടെയൊക്കെ റോഡിലൊക്കെ കയറിയിട്ടുണ്ട്. റോഡിലെല്ലാം കയറിയിട്ടുണ്ട്. പക്ഷെ അതേ ടൈമിനാണ് 4:30 ആയപ്പം അടുത്ത പൊട്ടി. ഫസ്റ്റത്തെ പൊട്ടലധികം ചൂരൽമല പ്രശ്നമില്ലടോ. ഫസ്റ്റിലെ പൊട്ടിയപ്പം ആൾക്കാരെല്ലാം പോയിട്ട് അവിടെ മുണ്ടക്കൈ പോയിട്ട്
എടുക്കുന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഞങ്ങളെ സ്റ്റാഫുകളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഓരോ ബാഗിലാക്കി അത് കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന രംഗങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇതുപോലെ ഓരോ കവറുകളിലൊക്കെ ആക്കി സാധനങ്ങൾ കെട്ടിയിട്ടാണ് അവിടെ എത്തിക്കേണ്ടത്. ശ്രദ്ധിക്കുക, വൈകുന്നേരത്തേക്കുള്ള ചായയും ബിസ്ക്കറ്റും റെഡിയായിട്ട് ഫ്രീ ആയി നിൽക്കുന്നവർക്ക് വന്ന് കഴിക്കാവുന്നതാണ്. ചായയും ബിസ്ക്കറ്റും റെഡിയായിട്ട് ഫ്രീ ആയി നിൽക്കുന്നവർക്ക് വന്ന് കഴിക്കാവുന്നതാണ്. വെറുതെ നിൽക്കണടാ. ബീട്രൂട്ടിന് 2 ചാക്കുണ്ട്. 2 ചാക്ക് അവിടെ ഉണ്ടാവില്ലേ? ക്യാബേജ് 2